ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഗിന്നുവാണ്, രാജിക്കാണ്. അപ്പോൾ ഇന്ന് ഉത്രാടാണ്. എല്ലാവർക്കും ആദ്യം തന്നെ ഉത്രാട ദിന ആശംസകൾ നേരെയാണ്. അപ്പൊ ഇന്നത്തെ ക്രാഫ്റ്റ് വളരെ സിമ്പിൾ ആണ് കേട്ടോ. എല്ലാവരും തിരക്കിലായിരിക്കും. ഓണം നാളെയാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല തിരക്കിലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ക്രാഫ്റ്റിന്റെ ഐഡിയാസ് ഒന്നും പറഞ്ഞു തരുന്നില്ല കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ഐഡിയ ആണ് ഇന്ന് നിങ്ങൾക്ക് തരുന്നത്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഇന്ന് രാത്രി ചെയ്തിട്ട് നാളെ രാവിലെ അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ളതാണ്. നിങ്ങളത് കണ്ടു നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ നേരുകയാണ്. രാജിക്ക് നിന്റെ ആശംസ പറഞ്ഞു. എല്ലാ മലയാളികൾക്ക് ഉത്രാട ദിന ആശംസകൾ നേരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, ഒരു പ്രിൻ്ററാണ്. അതായത് ഒരു സ്റ്റെൻസിലാണ് പ്രിൻ്റ് ചെയ്യാൻ. അതായത് നമുക്ക് ഡ്രസ്സിലും മറ്റുമൊക്കെ പ്രിൻ്റ് ചെയ്യാനുള്ള സ്റ്റെൻസിലാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് വേണ്ടത് OHP ഷീറ്റാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഈ OHP ഷീറ്റ്, ഈ പ്ലാസ്റ്റിക് ഈ കാണുന്ന പോലത്തെ ഷീറ്റ്, ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കട്ടിയുള്ളൊരു പേപ്പർ എടുക്കാം. ഈ വെഡ്ഡിങ് കാർഡ് പോലെയുള്ള സംഭവങ്ങൾ എടുക്കാം. പിന്നെ അതിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് മാർക്കറോ പേനയോ അങ്ങനെ എന്തെങ്കിലും, പിന്നെ ഒരു സ്റ്റാപ്ലർ, സ്കെയില്, ഒരു ബ്ലേഡ്, ഇത്രയും മതി. നമുക്ക് ഈ ഒരു സംഭവം ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒരു പ്ലെയിൻ പേപ്പർ എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഡിസൈൻ എന്താണോ അത് വരച്ചെടുക്കുക. ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും ഞാൻ എടുക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. അതിങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലാണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് സംഭവമൊന്നുമല്ല ചെയ്യുന്നത്. ജസ്റ്റ് ആ ഒരു ഡിസൈനിനൊരു ഈവൻ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ വരച്ച് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഡിസൈൻസൊക്കെ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്താൽ ഒരുപാട് സ്റ്റെൻസിൽ ഡിസൈൻസ് കിട്ടും. അത് നിങ്ങൾക്ക് ഒന്നതുപോലെ ഒരു വൈറ്റ് പേപ്പറിൽ ആദ്യം വരച്ചിട്ട് ദെൻ അത് നിങ്ങൾക്ക് ഏതാണോ, അതായത് നിങ്ങൾ പ്രിൻറ്റിങ്ങിന് സ്റ്റെൻസിലായിട്ട് എന്താണോ ഉണ്ടാക്കിയെടുക്കുന്നത്, ഇങ്ങനത്തെ ഷീറ്റ്, ഈ ഒരു OHP ഷീറ്റാണെങ്കിൽ അതല്ല കട്ടിയുള്ള പേപ്പറാണെങ്കിൽ അതൊന്ന് ട്രേസ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ അതിൽ നമുക്ക് എവിടെയാണോ പ്രിൻറ്റിങ് വരേണ്ട ഭാഗങ്ങൾ അത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുക. ഇപ്പോൾ ബ്ലേഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് യൂസ് ചെയ്യുക, കാരണം കൈയൊന്നും മുറിയാണ്ട് സൂക്ഷിച്ച് നോക്കി ചെയ്യുക. ഇങ്ങനത്തെ ഒരു സിമ്പിൾ ഡിസൈൻ എടുത്തുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. പിന്നെ അതിന് ചുറ്റും ഞാൻ ജസ്റ്റ് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് വെച്ചിട്ടൊരു ഫ്രെയിം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. സിമ്പിളായിട്ടൊരു ഫ്രെയിമാണ്, വലിയ സംഭവമൊന്നുമില്ല. ഓക്കെ, ഇത് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫാബ്രിക് പെയിൻറ്റും ഒന്നെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോഞ്ച്, ചെറിയൊരു കഷ്ണം സ്പോഞ്ച് യൂസ് ചെയ്യാം. സ്പോഞ്ച് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. ബ്രഷിനേക്കാളും കുറച്ചും കൂടെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് സ്പോഞ്ച് ആയിരിക്കും. ഞാൻ ബ്രഷാണ് പക്ഷേ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് നമ്മൾ ആ ഗ്യാപ്പുള്ള, അതായത് നമ്മൾ ഉണ്ടാക്കിയ ഡിസൈൻ ആ സ്റ്റെൻസിൽ വെച്ചിട്ട് നമ്മുടെ ഡ്രസ്സിൽ ഏതിലാണോ നമ്മൾ പെയിൻറ്റ് ചെയ്യേണ്ടത് അതിലേക്ക് ഇതുപോലെ ചെയ്യുമ്പോൾ ആ സ്റ്റെൻസിലിൻ്റെ ആ ഭാഗത്തു നിന്നുള്ള ആ ഡിസൈൻ അതുപോലെ നമ്മളുടെ തുണിയിലേക്കും അത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്ത് വെക്കാൻ പറ്റും.